ഹലോ എല്ലാവർക്കും അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിരിക്കല്ലേ? വീട്ടിലുള്ളപ്പം ഇവരെ രണ്ടുപേരും കൊണ്ട് ഞാൻ ഓരോ ദിവസം ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ രാവിലെ ചെയ്തപ്പോൾ നമ്മൾ ഓട്ടലിൻ്റെ ദിവസം രാവിലെ എണീറ്റ് അപ്പം ഫുഡെല്ലാം കഴിച്ച ശേഷം വന്നിരുന്നപ്പം ഞാൻ ഇതേ ഒരു ബുക്ക് ഉണ്ടത് വലിയൊരു ബുക്കാണ്. അപ്പോൾ ആ ബുക്ക് എടുത്തിട്ട് ഓരോ അക്ഷരങ്ങളുണ്ട്, ഓരോ ആനിമൽസിൻ്റെ എൻ്റെയും പേരുണ്ട്. അപ്പോൾ അതെല്ലാം അവരെ കൊണ്ട് പറഞ്ഞ് ഞാൻ പഠിപ്പിക്കും. അവന് ഏകദേശം കുറച്ചൊക്കെ അറിയാം. അപ്പോൾ അവൾക്ക് പറഞ്ഞും പഠിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അവൻ ഓരോന്നും അവൾ ചോദിക്കും ഇതെന്തുവാ എന്ന് ചോദിക്കുമ്പോൾ ഓരോന്നും പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലും അതിൻ്റെ ഇടയിൽ വല്ല ജോലിയും ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇവരെന്നെ വിടത്തില്ല. ഇവരെന്നെ അടുത്ത് തന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. കാരണം ഇവർക്കറിയാത്തത് ഇവരെന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കാര്യം ഒന്നും പറയണ്ട, ചിലതൊന്നും എന്തുവാ ഏതാണെന്നൊന്നും എനിക്കും അറിയത്തില്ല. പക്ഷേ അതിനകത്ത് കറക്റ്റായിട്ട് അവർ ഓരോ ഓരോ ആനിമൽസിനും അതിൻ്റെ പേരും ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എളുപ്പമായിട്ടാണ് പിള്ളേർക്ക് പഠിക്കാനും വളരെ എളുപ്പമായിട്ടുള്ള ഒരു നല്ലൊരു ഡിക്ഷണറി എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് എല്ലാം അടങ്ങുന്നതാണ്. ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും ഉണ്ട് കേട്ടോ. പിന്നെ മാത്സും ഉണ്ട്, നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല മനോഹരമായിട്ടൊരു സാധനമാണ്. ഞാനിത് വാങ്ങിച്ചൊരു 2 വർഷം മുമ്പിട്ട് ഞാൻ വാങ്ങിച്ചതാണ് മോന് വേണ്ടി. പക്ഷേ ഇപ്പം രണ്ടുപേർക്കും ഉപകാരപ്പെട്ടു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അത്രത്തോളം ഉപകാരമുണ്ട് ഈ സാധനം കൊണ്ട് എന്തായാലും. പിന്നെ അവർ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അതിനകത്ത് ചില പേപ്പറിനൊക്കെ മിസ്സിങ് ആയി തുടങ്ങി. ചില പേപ്പറൊക്കെ വലിച്ചു കീറിയിരിക്കുന്നു. അങ്ങനെ കുറേ വലിച്ചു കീറി പേപ്പർ കളഞ്ഞിട്ടുണ്ട്, അങ്ങനെ മിസ്സിങ് ആയിട്ടുണ്ട്. ചില സമയം ഞാൻ ഇവരെ ഇത് കൊടുത്തിട്ട് ഞാൻ പുറത്ത് പോയി എന്തെങ്കിലും ജോലി ചെയ്യാനോ എന്തിനെങ്കിലും വല്ലത്തിനും പോയി കഴിഞ്ഞാൽ, തുണി കഴുകാനൊക്കെ പോയി കഴിഞ്ഞാൽ ഇവരിത് സ്വന്തമായിട്ട് ഇരിക്കുക. അവൻ വലിച്ചു കീറത്തില്ല, പക്ഷേ അവൾക്കറിയത്തില്ല, അവളത് വലിച്ചു കീറാറുണ്ട്. വലിച്ചു കീറി ചില സമയം അവൾ പേപ്പർ ഉള്ളിലോട്ട് വരെ എടുക്കാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതിനുശേഷം ദാണ്ടെ രണ്ടിടത്തിനെയും കൊണ്ടുപോയി മുടി വെട്ടിക്കുകയാണ്. ചൂട് സമയമില്ല, നല്ല ചൂടാണ്. വിയർപ്പ് ഇറങ്ങി അവൾക്ക് തുമ്മലുണ്ട്, അതുപോലെ അവനും ഉണ്ട്. ഫസ്റ്റിൽ തന്നെ അവൻ്റെ മുടി വെട്ടിച്ചിട്ട് അവളെ സ്വന്തമായിട്ട് ഇരുത്തിയിട്ട് അവളെ വെട്ടിക്കൊടുക്കുകയാണ്. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവൾക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. പക്ഷെ പേടിയില്ല, നമ്മൾ കൂടെ നിന്നാൽ മതി അവൾക്ക്. പക്ഷെ അവൾ അങ്ങോട്ട് അധികം ശ്രദ്ധിക്കത്തില്ല. അപ്പം നമ്മളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ അവളെ പുറകിലാണ് നിൽക്കുന്നെങ്കിൽ തിരിഞ്ഞ് എന്നെ തന്നെ നോക്കും. ഞാൻ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തിരിഞ്ഞ് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പാണ്ട് അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ ചിരിച്ചു കൊടുത്തപ്പാണ്ട അവളെന്നെ നോക്കി നാക്കി നീട്ടി കാണിക്കുന്നു. പെണ്ണ് എന്താ പറയുക. എന്നാലും കുഴപ്പമില്ലായിരുന്നു, അവൾ നല്ല രീതിയിൽ തന്നെ ഇരുന്ന് മുടി വെട്ടിക്കൊടുത്ത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെ ഓരോന്ന് പറഞ്ഞു കൊടുക്കണം. പുള്ളിക്കാരൻ അങ്കിള് തിരിച്ചിരുത്തിയിട്ട് അവളെ നേരെ ഇരിക്കും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആളിന് ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. അവളിങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ആളിനൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. വീഡിയോ എടുക്കുന്നല്ലോ, ഇനിയിപ്പോൾ അത് കാണാലോ എന്നും പറഞ്ഞിട്ട്. ഞാൻ എപ്പോഴും ഫോണിൽ വീഡിയോ എടുക്കുമ്പോഴെല്ലാം അവൾ വന്നിട്ട് എന്നെ നോക്കാറുണ്ട്. അവൾ അത് ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ വീഡിയോ എടുത്തപ്പോഴത്തേനും അവൾക്ക് വലിയ സന്തോഷം. അവൾ അങ്ങനെ അങ്ങ് ഇരുന്ന്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നൊക്കെ അവൾ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ പുള്ളിക്കാരനെ നല്ല വൃത്തിയായിട്ട് മുടിയെല്ലാം വെട്ടിക്കൊടുത്തു. അപ്പോൾ ഞാൻ വന്ന് കുറച്ചും കൂടെ മുന്നിലുള്ളത് മുടിയൊന്ന് കുറയ്ക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ആൾ കുറച്ചും കൂടെ ഒന്ന് കുറച്ച് കൊടുത്തു. അപ്പം നല്ല ചൂടല്ലേ ഇപ്പോഴത്തെ ചൂടൊന്നും നമുക്ക് സഹിക്കാൻ പോലും പറ്റുന്നതിനേക്കാൾ അപ്പുറത്തെ ചൂടാണ്. അതിനുശേഷം ഞങ്ങൾ ഓട്ടിടാനും പോയി. ഓട്ടിട്ടെൻ്റെ കയ്യിലാണ്ട് മഷീൻ തേച്ച് അപ്പം തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ടാറ്റാ, ബൈ ബൈ.